ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ ചെന്നിരിക്കുന്നത് ഭൂതത്താൻ കെട്ടിലോട്ടാണ്. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും ചരിത്രവും ഇഴചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഭൂതത്താൻ കെട്ട്. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷമേ അപ്പൂവിനെ വിമാനം കൊണ്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ അടിമലയിൽ പോയി തിരിഞ്ഞു വരുന്ന വഴിയാണ് ഭൂതത്താൻ കെട്ട് കയറിയത്. അപ്പോൾ അതിന് 2 എൻട്രൻസാണ് ഉള്ളത്. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. 10 രൂപയാണ് അവിടുത്തെ എൻട്രൻസ് ചാർജ് വരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഷട്ടറിൻ്റെ ഒരു ഭാഗം പൊക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ആദ്യമൊക്കെയുള്ളൊരു ഭാഗം വിസിറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന കാഴ്ച. ആ ഒരു ചെറിയ വെള്ളം തുറന്നുവിട്ടപ്പോൾ തന്നെ അതിൻ്റെ ശബ്ദവും ആ ഒരു വ്യൂവും കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലുക്കാണ്, പ്രകൃതിയുടെ ഭംഗി. നമ്മളവിടെ ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ ഡാം തുറന്നപ്പോൾ മീൻ പിടിക്കാനായിട്ട് അവരവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഒരു റിസ്ക്കാണത്. ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ഷട്ടർ പൊക്കുന്ന ചെയിൻ. അപ്പോൾ ഇവാനും അപ്പോൾ ഒക്കെ ശരിക്കും എൻജോയ് ചെയ്തിരുന്നു. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമുക്ക് നല്ലോണം എടുക്കാൻ പറ്റി. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞൊരു വ്യൂ ആണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഡാമിലേക്ക് കുറച്ച് ആളുകൾ ചെറിയൊരു വഞ്ചിയിൽ തുഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമുക്ക് കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കാൻ പറ്റി. ഇത് കോതമംഗലം ടൗണിൽ നിന്ന് 11 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ കുട്ടികളൊക്കെ അവിടെ മീൻ പിടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയുണ്ടോ. അപ്പോൾ തീർച്ചയായും എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഭൂതത്താൻ കെട്ട് ഡാം. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 മലനിരകൾക്കിടയിൽ നല്ല പ്രകൃതി ഭംഗിയോട് കൂടി സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇതിനടുത്ത് തന്നെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു വട്ടം മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.